വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ അടുത്ത് കാവനൂർ എന്ന പ്രദേശത്തെ അബ്ദുൽ ഗനി സഖാഫി എന്ന ഉസ്താദ് സുബഹിക്ക് വാങ്ക് വിളിച്ചു. പള്ളിയിലെ മുഅദ്ദിനാണ്. അദ്ദേഹം വാങ്ക് വിളിച്ച് സുബഹിയുടെ ജമാഅത്തിന് വേണ്ടി ആളുകൾ വന്നു. മുഅദ്ദിനായ ഉസ്താദ് അവറുകൾ വാങ്ക് വിളിച്ചതിന്റെ ശേഷം സുബഹിയുടെ ഖബലിയായ റവാത്തിബ്, ഏറ്റവും പുണ്യമുള്ള റവാത്തിബ് സുന്നത്താണ് സുബഹിയുടെ മുമ്പുള്ള റവാത്തിബ് സുന്നത്ത്. ഈ ഭൂമി ലോകത്തുള്ള മുഴുവനും കിട്ടുന്നതിനേക്കാൾ പുണ്യമാണ് സുബഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത്. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, ഇപ്പൊ സുബഹിയുടെ വാങ്ക് കുറച്ച് നേരത്തെയാണ്. പലപ്പോഴും നമ്മളൊക്കെ 6 മണി 6:30 മണിക്കൊക്കെ എണീറ്റ് ശീലമുള്ള ചില ആളുകൾ ഇപ്പോഴും ഒരു 6:30 മണിക്ക് എണീറ്റിട്ട് സുബഹി നിസ്കരിച്ചാൽ അത് ഖളാ ആണ്. സുബ്ഹാനല്ലാഹ്, ഖളാ ആക്കുന്നതിന്റെ തെറ്റ് നമ്മളൊന്ന് പഠിച്ചു നോക്കുമ്പോ, ഒരാൾ ഒരു നിസ്കാരം, ഒരൊറ്റ നിസ്കാരം ഖളാ ആക്കിയാൽ ആ നിസ്കാരം അയാൾ ഖളാ വീട്ടിയാലും ശരി, അയാൾ നരകത്തിൽ അയാൾ ഒരു ഹുഖുബ് എന്ന കാലാവധി ശിക്ഷിക്കപ്പെടും. ഹുഖുബ് എന്ന് പറഞ്ഞാൽ 80 വർഷമാണ്. ഇത് വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുൽ ഖുർതുബിയിൽ ഒരു പരാമർശം കാണാൻ കഴിയും. 80 വർഷം ശിക്ഷിക്കപ്പെടാവുന്ന ഏറ്റവും വലിയ പാതകമാണ്, തെറ്റാണ് ഒരു നിസ്കാരം ഖളാ ആക്കുന്നത്. ഖളാ ആക്കിയിട്ട് പിന്നെ നിസ്കരിക്കുമ്പോൾ എല്ലാമായി ഞാൻ നിസ്കരിച്ചല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ട്. ആ ഹദീസിന്റെ റിവായത്തിൽ പറയുന്നുണ്ട്, വയഖ്ദിയാണ് ഖളാ വീട്ടുകയും ചെയ്തു എന്നാണ്. എന്നാൽ പോലും ഒരു ഹുഖ്ബ് എന്ന കാലാവധി 80 വർഷം പിന്നീട് നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന വിശദീകരണം അവിടെയുണ്ട്. 80 വർഷമെന്ന് പറഞ്ഞാൽ ദുനിയാവിലെ 80 വർഷമല്ല, പരലോകത്തെ 80 വർഷമാണ്. പരലോകത്തെ ഒരു ദിവസമെന്ന് പറയുന്നത് എത്രയാണെന്നറിയുമോ? വിശുദ്ധ ഖുർആൻ 2 പരാമർശങ്ങൾ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പറഞ്ഞത് അൽഫ സനത്തിൻ മിമ്മാ തഅദൂൻ. പരലോകത്തെ ഒരു ദിവസമെന്ന് പറയുന്നത് ദുനിയാവിലുള്ള നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന 1000 വർഷമാണ്. മറ്റൊരു സ്ഥലത്ത് പറയുന്നത് 50 അൽഫ സനത്തിൻ മിമ്മാ തഅദൂൻ. നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന 50,000 വർഷമാണ്. നമുക്കതിലേറ്റവും ചുരുങ്ങിയ എണ്ണമെടുത്താൽ തന്നെ ആ ആഖിറത്തിലെ ഒരു ദിവസമെന്ന് പറയുന്നത് ദുനിയാവിലെ 1000 വർഷത്തിന്റെ അത്രയും ദൈർഘ്യമുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ 80 വർഷമെന്ന് പറയുന്നത് 2,88,00,000 വർഷമാണ്. 2,88,00,000 വർഷം ശിക്ഷ അനുഭവിക്കുന്ന തെറ്റേതെന്നറിയുമോ? വ്യഭിചാരമല്ല, കള്ളുകുടിയല്ല, മറ്റുള്ളവരുടെ അപഹരിക്കലല്ല, കൊലപാതകമല്ല, ഒരു വഖ്ത് നിസ്കാരം സമയം തെറ്റി നിർവഹിക്കലാണ്. ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നുണ്ട്, ഇതാണ് ഇതിനുള്ള ശിക്ഷ. അല്ലാഹുവിന്റെ അഫ്വ് ലഭിച്ചില്ല എങ്കിൽ, അല്ലാഹുവിന്റെ മാപ്പ് ലഭിച്ചാൽ മാത്രമേ ഈ ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുകയുള്ളൂ. പലപ്പോഴും ഓവർ ടൈം സമയം പണിയെടുത്തുകൊണ്ട് രാവിലെ ഇറങ്ങിയ ആൾ ദുഹറും കഴിഞ്ഞ് അസറും കഴിഞ്ഞ് വന്നിട്ട് അത്യാവശ്യം ഒരു ദീനീ ബോധമുള്ള ആളാണെങ്കിൽ ദുഹറും അസറും ഒക്കെ ഒന്നിച്ചൊന്ന് ഖളാ വീട്ടും. അയാൾ സമാധാനിക്കും, ഞാൻ നിസ്കരിച്ചുവല്ലോ എന്ന്. ഖളാ ആയാലും ഞാൻ നിസ്കരിച്ചല്ലോ എന്ന്. ചില സഹോദരിമാർ വീട്ടിൽ ജോലി തിരക്കുകൾ ഉണ്ടാകും. ആ സമയത്ത് വീട്ടിലുള്ള എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ദുഹർ നിസ്കരിക്കാൻ നിൽക്കും. ദുഹറിന്റെ നിസ്കാരം അസ്റിനോട് അടുത്ത സമയത്ത് പലപ്പോഴും ഖളാ ആകുന്ന വിധത്തിൽ നിസ്കരിക്കുന്നു. അതുപോലെ തന്നെ സന്തോഷവേളകളിൽ, കല്യാണ സമയങ്ങളിൽ പലപ്പോഴും പലരുടെയും ദുഹർ നഷ്ടമാണ്. അതുപോലെ സഹോദരിമാർ, വധുക്കളായ അഥവാ പെൺകുട്ടികൾ അവർ വിവാഹിതരാകുമ്പോ തലേ ദിവസം അസുറിൽ തന്നെ അവർ മൈലാഞ്ചി നിൽക്കുകയാണ്. അവർക്ക് പലപ്പോഴും അന്നത്തെ മഗ്രിബില്ല, ഇശാ ഇല്ല, സുബ്ഹി ഇല്ല. സുബ്ഹാനല്ലാഹ്, ഇതിനൊക്കെ അല്ലാഹുവിനോട് കണക്ക് പറയേണ്ടി വരും. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. അബ്ദുൽ ഗനി സഖാഫി സുബ്ഹിക്കുള്ള ജമാഅത്തിന് വേണ്ടി
ആളുകളെ വിളിച്ചു. ആളുകൾ വന്നു. അദ്ദേഹം സുബഹിയുടെ മുമ്പുള്ള ഏറ്റവും പുണ്യമുള്ള റവാത്തിബ് നിസ്കാരം നിസ്കരിച്ച് പിന്നെ ഒരു സുന്നത്തുണ്ട്, നമ്മുടെ ജീവിതത്തിലൊക്കെ പകർത്തേണ്ട സുന്നത്താണ്. ഖിബിലയിലേക്ക് തിരിഞ്ഞ് മയ്യിത്ത് ഖബറിൽ കിടക്കുന്നത് പോലെ ഖിബിലയിലേക്ക് തിരിഞ്ഞ് വലത് ഭാഗത്തിന്റെ മേൽ തിരിഞ്ഞിട്ട് ഒരു കിടത്തം ഖബറിനെ അനുസ്മരിച്ചുകൊണ്ട് മരണത്തെ ഓർത്തുകൊണ്ട് അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകാഈല വ ഇസ്റാഫീല വ അസ്റാഈല വ റബ്ബ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അജ്നിനി മിനൻ നാർ എന്ന് ദുആ ചെയ്ത് ആ സുബഹിയുടെ സമയത്ത് നിസ്കാരത്തിന്റെ മുമ്പ് ആ കിടത്തത്തിൽ ആ ദുആ നിർവഹിച്ച് അബ്ദുൽ ഗനി സഖാഫി കിടക്കുന്നു. സാധാരണയുള്ള കിടത്തമാണത്. പക്ഷേ ഇഖാമത്തിന്റെ സമയമാകുമ്പോൾ മുഅദ്ദിൻ എണീക്കുന്നില്ല. അടുത്തു പോയി നോക്കുമ്പോൾ കിടത്തത്തിൽ എന്തോ ഒരു പന്തികേട് തോന്നുന്നു. വിളിച്ചു നോക്കുമ്പോൾ അബ്ദുൽ വലിയ സഖാഫി ഉണരുന്നില്ല. അദ്ദേഹം അല്ലാഹുവിന്റെ ഖദാ പ്രകാരം അദ്ദേഹം അതാ വിട പറഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, ഓർത്തുനോക്കൂ നിങ്ങൾ. പള്ളിയിൽ വെച്ചുകൊണ്ട് സുബഹിയുടെ സമയത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള ആ ഒരു കിടത്തം എത്ര വലിയ സന്തോഷമാണ്. ബഹുവന്യരായ ശൈഖുന ഉസ്താദ് അവരുടെ ഉപ്പ നമുക്കെല്ലാവർക്കും പലർക്കും പരിചയമുണ്ട്. ചെറിയ മക്കളല്ലാത്തവർക്കൊക്കെ അവരു സാധാരണക്കാരൻ എന്നതൊക്കെ ഒരു ആലിമല്ല എന്നേ ഉള്ളൂ. പക്ഷേ എപ്പോഴും ഇൽമുമായും ദിക്റുമായും ബന്ധപ്പെട്ടു ബഹുവന്യരായ ശൈഖുന ഉസ്താദ് അവരുടെ മുർഷിദും ശൈഖുമായ ബഹുവന്യരായ ശൈഖ് മൂസൽ ഖാദിരി അവരുടെ വീട്ടിൽ എല്ലാ വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന ദിക്റിൽ പങ്കെടുക്കുന്നവരാണ്. ആ ദിക്റിന്റെ മജ്ലിസിൽ ദിക്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ തസ്ബീഹ് മാല കയ്യിൽ പിടിച്ചുകൊണ്ട് അതാ ബഹുവന്യരായ ശൈഖുനയുടെ ഉപ്പ വിട പറഞ്ഞു പോയി. ഇത്ര നല്ല മരണമല്ലേ സഹോദരന്മാരെ. ഇനി നോക്കൂ, ശൈഖുനയുടെ ശൈഖായ നേരത്തെ പറഞ്ഞ മുസൽ ഖാദിരി അവരെങ്ങനെയാണ് മരണപ്പെട്ടത്? അവർ വിട പറഞ്ഞത് എങ്ങനെയാണ്? തഹജ്ജുദിന്റെ സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള നിസ്കാരമാണ് തഹജ്ജുദ്. ഇന്ന് ഫത്ഹുൽ മുഈൻ ആ ഭാഗം ഓതിക്കൊടുത്തു ഓർക്കുകയാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വലിയ ഫളീലത്തുകൾ ഹദീസുകളിൽ വന്നിട്ടുള്ള നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. ഇശാഇന്റെ ശേഷം ഉറങ്ങി എണീറ്റുള്ള നിസ്കാരമാണല്ലോ തഹജ്ജുദ്. ആ തഹജ്ജുദ് നിസ്കരിക്കുമ്പോഴാണ്, അതും സുജൂദിൽ കിടന്നുകൊണ്ടാണ് മഹാനവറുകൾ വിട പറഞ്ഞത്. അഖറബുമായ യകൂനുൽ അബ്ദു ഇലാ റബ്ബിഹി വഹുവ സാജിദ്. അല്ലാഹുവിലേക്ക് ഒരു അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സന്ദർഭം അവൻ സുജൂദിൽ കിടക്കുന്ന സന്ദർഭമാണ്. ഏറ്റവും മഹത്വമായ ആ പുണ്യമുള്ള നിസ്കാരത്തിൽ അതും സുജൂദിൽ കിടന്നുകൊണ്ട് ഏറ്റവും പുണ്യമുള്ള സമയങ്ങളിൽ അത്താഴ സമയങ്ങളിൽ മുഅ്മിനുകൾ അല്ലാഹുവിലേക്ക് പാപമോചനം തേടുന്നവരാണെന്ന് ഖുർആൻ പറഞ്ഞ അതേ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തവർ. സഹോദരന്മാരെ, നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് എന്താണ്? ബഹുവന്ദരായ കോടൂർ ഉസ്താദിന്റെ ഉപ്പ വിട പറഞ്ഞത് കുറച്ച് ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ കടന്നു. പക്ഷേ അവസാന സമയത്ത് വീട്ടിൽ വന്ന് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ഉച്ചരിച്ച് ഉസ്താദ് തന്നെ അനുസ്മരണത്തിൽ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു സന്തോഷത്തോടെ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നത് ഞാൻ വേറെ ആരെയും കണ്ടിട്ടില്ല. ഒരു വലിയ ആലിമല്ല, പക്ഷേ അവരതാ വിഷമങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ മക്കളെ ആലിമീങ്ങളായി വളർത്തി. മക്കളെ അവർ ഭൗതികമായ ലോകത്തിന്റെ ഈ കാലത്ത് ഇങ്ങനെയൊക്കെ ആയാൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നവർ ചിന്തിച്ചില്ല. അങ്ങനെ ആലിമീങ്ങളെയും ഇൽമിനെയും സ്നേഹിച്ചുകൊണ്ട് ത്യാഗം സഹിച്ചുകൊണ്ട് ജീവിച്ചവരൊക്കെ വിട പറയുന്ന സമയത്ത് നന്നായി വിട പറഞ്ഞുപോയി. ദിക്റിന്റെ മജ്ലിസുമായി ബന്ധപ്പെട്ടവരൊക്കെ നല്ല നിലയ്ക്ക് മരിച്ചുപോയി.